ഹേ ഫാമിലി, അപ്പോൾ അന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്ന് നമ്മളൊരു മിനി ഓണം ഷോപ്പിംഗ് വ്ളോഗായിട്ട് പോവാണ്. രാവിലെ തന്നെ ക്ലൈമറ്റ് വന്നിട്ട് ഭയങ്കര അൺസഹിക്കബിളാണ്. രാവിലെ തന്നെ ഭയങ്കര മഴയാണ്. ഇടി വെട്ടിയവനെ പാമ്പ് അടിച്ചെങ്ങനെ ഉണ്ടാവും, അതാണ് എൻ്റെ അവസ്ഥ. ഇപ്പോൾ 2 ദിവസമായിട്ട് എനിക്ക് പല്ലുവേദനയായിരുന്നു. രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, അതാണ് എൻ്റെ മുഖം ഇങ്ങനെ വീർത്തിട്ടിരിക്കുന്നത്. അതിൻ്റെ ഓണം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ട്രഡീഷണൽ പിടിക്കാന്നുള്ളത്. ഓണം എന്ന് പറയുമ്പോൾ ബേസിക്കലി സാരി, സ്കേർട്ട് ഉണ്ടോ അപ്പം അങ്ങനെയാണ്. പക്ഷേ ഇത്തവണ സാരി ഉടുക്കാൻ എനിക്കൊരു ക്രേസ് ഇല്ല. സോ അതുകൊണ്ട് സാരി എന്തായാലും സ്കിപ്പ് ചെയ്തു. മോസ്റ്റ്ലി ഞാൻ ഡ്രസ്സ് എടുക്കാൻ എസ് ഭാരതിലോട്ടാണ് വന്നേക്കുന്നത്. ആൻഡ് ഇന്നും ആസ് യൂഷ്വൽ അങ്ങോട്ട് തന്നെയാണ് വന്നേക്കുന്നത്. ഫൈനലി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ നമ്മളിന്ന് 2-3 ഡ്രസ്സസ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അല്ല, എനിക്ക് ഞാൻ എന്തായാലും സ്കേർട്ടായിരിക്കും ചൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിൽ തന്നെ നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനാണ് നോക്കിയിട്ടുള്ളത്. കാണുമ്പോൾ ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് ഇങ്ങനെ. പക്ഷേ എനിക്കതിനകത്ത് വലിയ കളക്ഷൻസ് ഉണ്ടായത് തോന്നിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ട്രഡീഷണൽ ടൈപ്പ്, അതായത് കുർത്ത മോഡലാണ് നോക്കിയത്. പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരും കളക്ഷൻസ് സ്റ്റോക്ക് വരാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഡ്രസ്സ് എടുക്കാനുള്ള സെക്ഷനിലോട്ട് പോകുമായിരുന്നു. ഇങ്ങനത്തെ മോഡല്, ഈ ലൈൻസ്, ഈ ചെക്ക് ടൈപ്പ്, മറ്റു ലൈൻസ്, വലിയ ലൈൻസ്, അതാണ് ഇപ്പോൾ യൂഷ്വലി നമ്മൾ കസവിൻ്റെ പാവാട എന്ന് പറയുമ്പോൾ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് അടിയിൽ കസവ് വരുന്നതാണ്. പക്ഷേ ഇപ്പം കുറച്ചോളം ട്രെൻഡിങ് നിൽക്കുന്ന ഇങ്ങനെ ലൈൻസും ചെക്സും എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത് വലിയൊരു മോശമില്ല. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് സംഭവത്തിന്. ഒരു വെറൈറ്റി ലുക്കും ഉണ്ട്. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന ഇഷ്ടം പോലെ കസവിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഡിസൈനിൽ വരുന്ന സാധനങ്ങളുണ്ടായിരുന്നു. അതായത് നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പ്ലെയിൻ ഉണ്ട്, ചെക്സ്, അതുപോലെ ലൈൻ വരുന്നുണ്ട്, പിന്നെ പ്രിൻറ്റഡ് വരുന്നത്, പിന്നെ സിൽക്ക് മെറ്റീരിയൽ വരുന്നതൊക്കെ ഉണ്ട്. ആൻഡ് ഇതിന് 1 മീറ്ററിന് വന്നിട്ട് എത്രയും 100 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്കേർട്ട് അടിക്കാനാണെങ്കിൽ എങ്ങനെ പോലും ഒരു 5 മീറ്റേഴ്സ് വേണം. പിന്നെ നമ്മൾ ടോപ്പിലോട്ട് വരുമ്പോൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ബ്രൊക്കേഡ് ഉണ്ടായിരുന്നു, അജറക്ക് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു, സിൽക്ക് ഉണ്ട്, സെമി സിൽക്ക്, അതുപോലെ ബനാറസി സിൽക്കൊക്കെ ഉണ്ട്. അതിലെനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് സെമി സിൽക്ക് അല്ല, ബനാറസി സിൽക്കാണ്. അപ്പോൾ ഞാൻ എടുത്തത് ബനാറസി സിൽക്കിൻ്റെയാണ്. അത് പ്യുവർ സിൽക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൻ്റെ മീറ്ററിന് അറൗണ്ട് 400 സംതിങ് ആണ് വരുന്നത്. ബനാറസി സിൽക്കിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സും അതുപോലെ ഡിഫറെൻ്റ് ഉള്ള ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് കൺഫ്യൂഷൻ ആവുന്ന മാത്രം. സാരി കൊടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺ ബഡ്ജറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റും. കാരണം ഈ സ്കേർട്ടിൻ്റെ മെറ്റീരിയൽസ് 99 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ടോപ്സ് ആണെങ്കിലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റിനുള്ളിൽ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയുന്നവരാണെങ്കിൽ പിന്നെ അത് ലാഭമായില്ല. അപ്പോൾ ഞാനെടുത്ത ബനാറസി സിൽക്കിൻ്റെ സെയിം സാധനം നിങ്ങൾക്ക് സെറ്റ് സാരിയിലോട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല രസമായിരിക്കും കോൺട്രാസ്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ. പിന്നെ വന്നിട്ട് ടോപ്പിൻ്റെ അടിയിലോട്ട് വെക്കാനുള്ള ലൈനിങ് ആണ് എടുത്തത്. അതും അത്യാവശ്യം മീറ്ററിന് എത്രയോ 40-50 ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ പോയത് ചുരിദാറിൻ്റെ സെക്ഷനിലോട്ടാണ്. എനിക്കല്ല, അതിൽ നമ്മൾ റെഡിമെയ്ഡ് എല്ലാം മെറ്റീരിയലാണ് നോക്കുന്നത്. ആയിട്ടുള്ളതുണ്ട്, ലൈറ്റ് മതി. ഒരു വൈറ്റ് ഷോൾ കൊടുക്കണ ലൈറ്റ് മതി. ബ്ലൂ അല്ല, ബ്ലൂ വേണ്ട, വേറെ ഒന്നും. എന്താ ക്രീമാ? രസമുണ്ട്, നോട്ടെ, നല്ല രസമുണ്ട്. നോക്ക്, നോക്കട്ടെ, കുഴപ്പമില്ല. വൈറ്റാ, നോക്കട്ടെ. ഇതാ. അപ്പോൾ ആ ചേച്ചിയാണ് നമ്മളെ ചുരിദാർ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. അടിപൊളി ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം പർച്ചേസ് ചെയ്തു അവിടെ നിന്ന്. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ നേരെ ഇറങ്ങിയിട്ട് സ്റ്റുഡിയോയിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഫ്രണ്ടിൽ തന്നെ ഈ ടോപ്സ് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം മോശമില്ല, നല്ല ഒരു മെറ്റീരിയലും അതുപോലെ ഡിസൈനൊക്കെ വന്നിട്ട് നെക്കാണെങ്കിലൊക്കെ അടിപൊളിയാണ്. അതിൻ്റെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതിൻ്റെ റേറ്റ് വന്നിട്ട് 499 ആണ്. പക്ഷേ എല്ലാം ഞാൻ എടുത്തില്ല, അവിടെ തന്നെ വെച്ചു. പകരം ഞാൻ വേറെ 2 ഇട്ട് നോക്കി. പക്ഷേ സൈസ് എനിക്ക് കറക്റ്റായിട്ട് തോന്നിയില്ല, ഫിറ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് വേറെ ഒരെണ്ണം എടുത്തുകൊണ്ട് പോന്നു. ബില്ലിങ്ങിലോട്ട് പോകുന്ന സെക്ഷനിൽ നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ബില്ല് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ ഒരെണ്ണം എടുത്ത് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കണ്ട് പോരത്തില്ല. എന്ത് ട്രിക്കാണല്ലേ. ഒരുപാട് ഹെയറിൻ്റെ ആക്സസറീസും അതുപോലെ മാസ്കുകൾ, പെർഫ്യൂം, അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്തു പോകും അറിയാണ്ട് തന്നെ. എന്ത് ചെയ്യാനാണ്, ഞാനും അതിനകത്ത് ഒരെണ്ണം എടുത്തു. നല്ലൊരു സ്മെല്ലായിരുന്നു. നോ സീക്രറ്റ്സ് എന്ന് പറയുന്ന ഒരു പെർഫ്യൂമാണിത്. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പടമായി. ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാൻ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, ലവ് യു.